അപ്പോൾ പണം എവിടെ എന്ന ചോദ്യം ഉണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും സംഘടനകളോട് നിങ്ങൾ പണം പിരിച്ചോ ഞങ്ങൾ ഭൂമി തരാം എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തവരാണ്. അതായത് 40 വീട്ടിൽ കൂടുതൽ ഓഫർ ചെയ്ത സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ടായിരുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. കൽപ്പറ്റ MLA കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ടി സിദ്ദിഖ് ഉണ്ടായിരുന്നു. തുടങ്ങി കോൺഗ്രസിൻ്റെയും വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തന്നെ അവിടെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ ഒരു വീടിന് ഇത്ര തുക വെച്ച് നൽകുകയാണെങ്കിൽ അത്രയും വീട് അതത് സംഘടനകൾ നൽകി എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അന്ന് കുറച്ച് തുക അധികമായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് നടന്ന ചർച്ചയിലാണ് ഒരു വീടിന് 20 ലക്ഷം കണക്കാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് തന്നെ ഇറക്കിയത്. ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടത്തി 100 വീടിൻ്റെ സമ്മതപത്രം കൈമാറുകയാണ് DYFI ചെയ്തത്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ആ യോഗത്തിൽ അവർ ഉന്നയിക്കുന്നില്ല. സർക്കാർ സന്നിഗ്ധമായി പറയുന്നുണ്ട് ഞങ്ങൾ ആർക്കും ഭൂമി കൊടുക്കുന്നില്ല.